നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. അയർലൻഡിന് പിന്നാലെ ഇംഗ്ലണ്ടിനോടും 2020 പരമ്പര കൈവിടുമെന്ന കടുത്ത പരാജയ ഭീതിയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നോട്ടിംഗ്ഹാമിൽ നടന്ന മൂന്നാം അംഗത്തിൽ 125 റൺസിന്റെ നാണം കെട്ട തോൽവിയാണ് നിലവിലെ ലോക ചാമ്പ്യന്മാർ ഏറ്റുവാങ്ങിയത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും വലിയൊരു പരാജയം ഇതിനു മുൻപ് ഒരിക്കലും ടീം നേരിട്ടിട്ടില്ല എന്നത് തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. ഈ റെക്കോർഡ് വിജയം ഇംഗ്ലണ്ടിനെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ 2-0 മുന്നിലെത്തിച്ചിരിക്കുകയാണ്. ഇതോടെ പരമ്പരയിലെ ശേഷിച്ച 2 കളികളും ഇന്ത്യക്ക് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാകും. വരാൻ പോകുന്ന 2 മത്സരങ്ങളും ജയിച്ചാൽ മാത്രമേ പരമ്പര 2-2 സമനിലയിൽ അവസാനിപ്പിക്കാൻ ശ്രേയസ് അയ്യർക്കും സംഘത്തിനും സാധിക്കുകയുള്ളൂ. വ്യാഴാഴ്ച രാത്രി 10 മണി മുതൽ ബ്രിസ്റ്റളിലാണ് 4ാം 2020 മത്സരം നടക്കാനിരിക്കുന്നത്. ഈ നിർണായക മത്സരത്തിനുള്ള ഇന്ത്യൻ 11-ൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നിർദ്ദേശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ പാർത്ഥിവ് പട്ടേൽ. ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ചർച്ചയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം തന്റെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചത്. മഴയെ തുടർന്ന് 2ാം ഇന്നിംഗ്സ് ഉപേക്ഷിക്കേണ്ടി വന്ന ചെസ്റ്റർലെ സ്ട്രീറ്റിലെ ആദ്യ 2020 മത്സരത്തിൽ മാത്രമാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിന് കളിക്കാൻ അവസരം ലഭിച്ചത്. അതിനുശേഷം നടന്ന 2 മത്സരങ്ങളിലും സഞ്ജുവിനെ ടീമിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ വ്യാഴാഴ്ച നടക്കുന്ന നിർണായക മത്സരത്തിൽ ഇന്ത്യ സഞ്ജുവിനെ ഉറപ്പായും പ്ലേയിങ് 11ലേക്ക് തിരികെ വിളിക്കണമെന്നാണ് പാർത്ഥിവ് പട്ടേൽ ശക്തമായി ആവശ്യപ്പെടുന്നത്. സഞ്ജുവിനെ പുറത്തിരുത്തിയതിനെതിരെ പാർത്ഥിവ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. സഞ്ജു സാംസൺ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഇന്ത്യക്ക് വേണ്ടി കളിക്കേണ്ടതായിരുന്നു. ബാറ്റിംഗ് നിരയിലെ ആദ്യത്തെ 7 പേരിൽ 6 പേരും ഇടംകയ്യന്മാരാകാൻ പാടില്ലെന്ന് ആദ്യ മത്സരം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടത് ആദ്യ 8-ൽ 7ാമനായി ഹർഷിത് റാണയെ ബാറ്റിംഗിന് അയക്കുന്ന കാഴ്ചയാണ്. ടീമിലെ ഇടംകൈ വലംകൈ കോമ്പിനേഷനിലെ ഈ അപാകതയാണ് ഇന്ത്യയുടെ തുടർച്ചയായ തകർച്ചയ്ക്ക് കാരണമെന്ന് പാർത്ഥിവ് ചൂണ്ടിക്കാണിക്കുന്നു. ബാറ്റിംഗ് നിരയ്ക്ക് കൃത്യമായ ഒരു സന്തുലിതാവസ്ഥ നൽകാൻ വലംകൈയനായ സഞ്ജു സാംസന്റെ സാന്നിധ്യം ടീമിൽ അനിവാര്യമാണ്. സഞ്ജു വരുമ്പോൾ പുറത്തു പോകേണ്ടത് ശിവം ദുബെ. തിലക് വർമ്മ രക്ഷപ്പെടും. ഇന്ത്യൻ പ്ലേയിങ് 11ലേക്ക് സഞ്ജു സാംസൺ വരികയാണെങ്കിൽ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടത് മീഡിയം പേസ് ഓൾറൗണ്ടറായ ശിവം ദുബെയാണെന്നാണ് പാർത്ഥിവ് പട്ടേലിന്റെ വ്യക്തമായ അഭിപ്രായം. നിലവിൽ കടുത്ത ഫോമില്ലായ്മയിലൂടെയാണ് ദുബൈ കടന്നു പോകുന്നത്. മോശം ഫോമിലാണെങ്കിലും വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം തിലക് വർമ്മ ടീമിൽ തുടരുമെന്നും പാർത്ഥിവ് വിശദീകരിക്കുന്നു. ഇക്കാര്യത്തിൽ പാർത്ഥിവ് നൽകിയ വിശദീകരണം ഇങ്ങനെയാണ്: ഞാൻ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിന്റെ ഭാഗമാവുകയും ഒരു ടീമിനെ എനിക്ക് തിരഞ്ഞെടുക്കേണ്ടി വരികയും ചെയ്താൽ എന്റെ ശ്രദ്ധ തിലക് വർമ്മയിലായിരിക്കും. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാണ്. അതുകൊണ്ട് തന്നെ ശിവം ദുബൈക്ക് പകരം സഞ്ജു സാംസണെ കളിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ശിവം ദുബെയെ മാറ്റുമ്പോൾ ടീമിന് 6ാമത്തെ ഒരു ബൌളിംഗ് ഓപ്ഷൻ ഇല്ലാതെയാകുമെന്ന പ്രതിസന്ധിയുണ്ട്. എന്നിരുന്നാലും 5 പ്രധാന ബൌളർമാരെ കൃത്യമായി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇന്ത്യക്ക് നാളത്തെ മത്സരത്തിൽ കളിക്കാൻ സാധിക്കുമെന്നും പാർത്ഥിവ് കൂട്ടിച്ചേർത്തു. ഇംഗ്ലണ്ടുമായുള്ള ഈ പരമ്പരയിൽ ബാറ്റിംഗിലോ ബൌളിംഗിലോ കാര്യമായ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശിവം ദുബെയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. 3ാം 2020-ൽ 8ാം നമ്പറിലാണ് ദുബെ ബാറ്റിംഗിനിറങ്ങിയത്. വെറും 4 പന്തിൽ നിന്ന് 2 റൺസ് മാത്രം എടുത്ത് അദ്ദേഹം മടങ്ങുകയും ചെയ്തു. ബൌളിംഗിലാകട്ടെ 1 ഓവർ മാത്രമാണ് ദുബൈ എറിഞ്ഞത്. വിക്കറ്റൊന്നും നേടാൻ കഴിയാതെ 10 റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ദുബൈയെ മാറ്റി സഞ്ജുവിനെ കൊണ്ടുവരുന്നത് ബാറ്റിംഗിന് വലിയ കരുത്താകും. അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയും ഓപ്പണർമാരായി ടീമിലുള്ളതിനാൽ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിൽ ഇറങ്ങാൻ സഞ്ജു സാംസണിന് സാധിക്കില്ലെന്നാണ് പാർത്ഥിവ് പട്ടേലിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ സഞ്ജുവിനായി ഒരു പുതിയ ബാറ്റിംഗ് റോളാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. സഞ്ജുവിന്റെ ബാറ്റിംഗ് സ്ഥാനത്തെക്കുറിച്ച് പാർത്ഥിവ് പറഞ്ഞത് ഇങ്ങനെയാണ്: അടുത്ത മത്സരത്തിൽ സഞ്ജു സാംസണെ കളിപ്പിക്കേണ്ടത് മധ്യനിരയിലാണ്. 3ാം നമ്പറിലും അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്താൽ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ മധ്യനിരയിലേക്ക് മാറും. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 5ാമനായും കളിക്കും. 3 മുതൽ 5 വരെയുള്ള സ്ഥാനങ്ങളിൽ ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ, ശ്രേയസ് അയ്യർ എന്നിവരെ ടീമിൽ നിർത്താം. ഇന്ത്യ ആ ദിശയിൽ ഇനി ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. ഈ പുതിയ ബാറ്റിംഗ് ക്രമം ഇന്ത്യൻ മധ്യനിരയ്ക്ക് വലിയ രീതിയിലുള്ള സ്ഥിരത നൽകാൻ സഹായിക്കും. പവർ പ്ലേക്ക് ശേഷം സ്പിന്നർമാരെ മികച്ച രീതിയിൽ നേരിടാൻ കഴിവുള്ള സഞ്ജുവിനും ശ്രേയസിനും മിഡിൽ ഓവറുകളിൽ റൺസ് ഉയർത്താൻ സാധിക്കും. വ്യാഴാഴ്ച രാത്രി ബ്രിസ്റ്റളിൽ മത്സരം നടക്കുമ്പോൾ പിച്ചിന്റെ സ്വഭാവവും കാലാവസ്ഥയും വളരെ നിർണായകമാകും. തുടക്കത്തിൽ പേസ് ബൌളർമാർക്ക് മികച്ച സ്വിം സാധാരണയായി ഇംഗ്ലണ്ടിലെ മറ്റ് പിച്ചുകളെ പോലെ തന്നെ ബ്രിസ്റ്റളിലും
തുടക്കത്തിൽ പേസ് ബൌളർമാർക്ക് മികച്ച സ്വിംഗ് ലഭിക്കാൻ സാധ്യതയുണ്ട്. രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കുന്നതിനാൽ മഞ്ഞുവീഴ്ചയ്ക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ടോസ് നേടുന്ന ക്യാപ്റ്റൻ ആദ്യം ബൌളിംഗ് തിരഞ്ഞെടുക്കാനാണ് കൂടുതൽ സാധ്യത. ആദ്യ ഓവറുകളിൽ ഇംഗ്ലീഷ് പേസർമാരായ ജോഫ്ര ആർച്ചറെയും ജോഷ് ടങ്ങിനെയും പ്രതിരോധിക്കുക എന്നതായിരിക്കും ഇന്ത്യൻ ബാറ്റിംഗ് നിര നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കഴിഞ്ഞ മത്സരത്തിലെ കൂട്ടത്തകർച്ചയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ബാറ്റ് വീശാൻ ഇന്ത്യൻ താരങ്ങൾ തയ്യാറാകണം. പരമ്പര നിലനിർത്താൻ ഇന്ത്യക്ക് വേണ്ടത് ഇനി അത്ഭുതങ്ങളാണ്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് ഇപ്പോൾ 2-0 മുന്നിലാണ്. ആദ്യ മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടതിനാൽ ഇന്ത്യക്ക് പരമ്പര നേടാനുള്ള അവസരം ഇതിനകം തന്നെ നഷ്ടമായി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന ഒരേയൊരു ലക്ഷ്യം വരും 2 മത്സരങ്ങളും ജയിച്ച് പരമ്പര 2-2 സമനിലയിലാക്കുക എന്നത് മാത്രമാണ്. തുടർച്ചയായ 4 തോൽവികളുടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് പുതിയ നായകൻ ശ്രേയസ് അയ്യരും കോച്ച് ഗൗതം ഗംഭീറും. കഴിഞ്ഞ മത്സരത്തിൽ 76 റൺസിന് എല്ലാവരും പുറത്തായ നാണക്കേട് മാറ്റാൻ ഇന്ത്യൻ യുവനിരയ്ക്ക് കളിയിൽ അത്ഭുതങ്ങൾ കാണിക്കേണ്ടി വരും. ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിംഗിലും ഒരുപോലെ മികച്ച പ്രകടനം പുറത്തെടുത്താൽ മാത്രമേ ശക്തരായ ഇംഗ്ലണ്ടിനെ അവരുടെ നാട്ടിൽ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കൂ. പാർത്ഥിവ് പട്ടേൽ നിർദ്ദേശിച്ചതുപോലെ സഞ്ജു സാംസണെ ടീമിലേക്ക് തിരികെ കൊണ്ടുവരാൻ മാനേജ്മെന്റ് തയ്യാറാകുമോ എന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. അനാവശ്യമായ പരീക്ഷണങ്ങൾ മാറ്റിവെച്ച് അനുഭവ സമ്പത്തിന് പ്രാധാന്യം നൽകേണ്ട സമയമാണിത്. വ്യാഴാഴ്ച രാത്രി ബ്രിസ്റ്റളിൽ നടക്കുന്ന ഈ ജീവൻ മരണ പോരാട്ടത്തിൽ ആവശ്യമായ മാറ്റങ്ങളോടെ ഇന്ത്യ ശക്തമായി തിരിച്ചുവരുമെന്നും പരമ്പര സമനിലയിലാക്കാനുള്ള പോരാട്ടത്തിന് തുടക്കം കുറിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. വ്യാഴാഴ്ച നടക്കാൻ പോകുന്ന നിർണായക മത്സരത്തിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്തണമെന്ന പാർത്ഥിവ് പട്ടേലിന്റെ നിർദ്ദേശത്തെക്കുറിച്ചും ശിവം ദുബെയെ മാറ്റുന്നതിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തു നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളും ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.